നമസ്കാരം. കൊല്ലത്തെ ആശ്രമം ESI ഹോസ്പിറ്റൽ, കേരളത്തിന് അനുവദിച്ച എയിംസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ്, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നവയാണ്. അനാസ്ഥ എന്ന് പറഞ്ഞുകൂടാ, അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മുട്ടട എന്ന് പറയുന്ന, പട്ടത്തിന് സമീപമുള്ള മുട്ടട എന്ന് പറയുന്ന സ്ഥലത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. 3-4 ഇൻ്റർനാഷണൽ സ്റ്റഡീസും അങ്ങനെ തുടങ്ങിയ 3-4 കോഴ്സുണ്ട്. ആ കോഴ്സുകളെല്ലാം ആൾ ഇന്ത്യ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. കേരളത്തിലുള്ള കുട്ടികളുമുണ്ട്. അവർക്കൊരു വളരെ പരിമിതമായ സൗകര്യത്തിലാണ് അവിടെ ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഓഫ് ക്യാമ്പസിന് വേണ്ടിയിട്ട് നെടുമങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് കുറേ സ്ഥലം സർക്കാർ അക്വയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നെടുമങ്ങാട് ആ സ്ഥലം എടുത്ത് കൊടുത്താൽ രണ്ടുണ്ട് ഗുണം. നെടുമങ്ങാട്ടുകാർ വോട്ട് ചെയ്തോണം, നന്നായി വോട്ട് ചെയ്യണം. ഞാൻ വോട്ടിനെ പറയുന്ന കാര്യം, നമുക്ക് ജനാധിപത്യത്തിൽ വേറൊരു ആയുധമില്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വോട്ടിനെ പിടിച്ച് പറയുന്നത്. അല്ലാതെ എനിക്കിവിടെ ആര് ഭരിച്ചാലും കണക്കാണ്. അപ്പം തീർച്ചയായിട്ടും നെടുമങ്ങാട് സ്ഥലമെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രദേശം വികസിക്കത്തില്ലേ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ വന്ന് അവിടെ പഠിക്കത്തില്ലേ? കേരളത്തിലെ കുട്ടികളും പഠിക്കത്തില്ലേ? റിസർവേഷനുണ്ട് കേരളത്തിലെ കുട്ടികൾക്ക്. എത്ര പേർക്ക് പഠിച്ചിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോകാം. ആ നെടുമങ്ങാട് വരാൻ പോകുന്ന സെൻറ്ററിന് ഇതുവരെ സ്ഥലമെടുത്ത് കൊടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല, റവന്യൂ വകുപ്പുമായി ചേർന്നിട്ട്. ഒറ്റ കാരണം, BJP ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് BJP ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഗുണം കിട്ടുമോ? കൊല്ലം ആശ്രാമത്തെ ESI ഹോസ്പിറ്റൽ, ഞാൻ ഓരോ ജില്ലയായിട്ട് പറയുന്നു. ആശ്രാമത്തെ ESI ഹോസ്പിറ്റലിന് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP, മുൻ മന്ത്രി, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രയത്നം നടത്തി. മുഖ്യമന്ത്രിയെ ഇടപെടിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുന്നു, പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വിളിക്കുന്നു, കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി, സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ വിളിക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി വിളിക്കുന്നു. വലിയ പണി. ESI ബോർഡ് മെമ്പർ കൂടിയാണ് പ്രേമേന്ദ്രൻ. കഴിഞ്ഞ ദിവസം ESIയുടെ മന്ത്രി കേരളത്തെ തൊലി ഉരിച്ച് പാർലമെൻറ്റിൽ കാണിച്ചപ്പോൾ ഈ ജോൺ ബ്രിട്ടാസൊക്കെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം? സംസ്ഥാനത്തിന് ഗുണം കിട്ടുന്ന 50 സീറ്റ് വന്നാൽ 25 സീറ്റെങ്കിലും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് കിട്ടും. അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പറ്റുമോ? ആ കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് പെട്ടെന്ന് കയറി മെഡിക്കൽ കോളേജൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? വലിയ മത്സരം നടത്തണ്ടേ മറ്റുള്ളവരോടൊപ്പം? അപ്പോൾ ESI ഹോസ്പിറ്റൽ അതും അങ്ങനെ തന്നെ. ഇനി എയിംസിൻ്റെ കഥ. കേരളത്തിനും മധുരയ്ക്കും തമിഴ്നാട്ടിലെ മധുരയ്ക്കും ഒരുപോലെയാണ് എയിംസ് തരും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. എന്താണ് എയിംസിൻ്റെ നോംസ്? വീണ ജോർജ്, നിങ്ങൾ ദുരന്തമാണ്. നിങ്ങളായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ പതനത്തിൻ്റെ ഒന്നാമത്തെ കാരണക്കാരി. ഒരുപക്ഷെ KK ശൈലജയായിരുന്നു ആരോഗ്യമന്ത്രി വീണ്ടും ആയിരുന്നെങ്കിൽ 3ാം ഭരണം കിട്ടുന്നതിൻ്റെ പ്രധാന കാരണക്കാരി KK ശൈലജയാകുമായിരുന്നു. വീണ ജോർജാണ് ഏറ്റവും വലിയ ദുരന്തം ഈ ഗവൺമെൻറ്റിലെ. എയിംസ് കിട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം? 3 മുതൽ 4 അതിൻ്റെ ലിറ്ററേച്ചർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. നോംസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലുള്ള നോംസ് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. 3 മുതൽ 4 സ്ഥലം വരെ ഫീസിബിളായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. 3 മുതൽ 4 സ്ഥലം വരെ. 2, 200 ഏക്കർ സ്ഥലം വേണം. 3, അവിടത്തേക്ക് റോഡ് അക്സസിബിലിറ്റി വേണം, വാട്ടർ അക്സസിബിലിറ്റി വേണം, ഇലക്ട്രിസിറ്റി അക്സസിബിലിറ്റി വേണം. ഏതെങ്കിലും കാട്ടിനകത്ത് കൊണ്ടുവച്ചാൽ പറ്റത്തില്ല. മെയിൻ റോഡിൻ്റെ അക്സസിബിലിറ്റി തന്നെ വേണം. എന്ന് പറഞ്ഞാൽ എയിംസിലേക്ക് റോഡ് പണിയാം, പക്ഷേ മെയിൻ റോഡുമായി കണക്ടിവിറ്റി വേണം. ഇങ്ങനെ 3-4 കണ്ടീഷൻസ് വേണം. കോഴിക്കോട് കിനാലല്ലൂർ 150 ഏക്കർ എടുത്ത് കൊടുത്താൽ 200 ഏക്കർ ആകുമോ? ഇനി അഥവാ കോഴിക്കോട് എടുത്ത് കൊടുത്ത കൂട്ടത്തിൽ തിരുവനന്തപുരമോ ആലപ്പുഴയോ തൃശ്ശൂരോ പാലക്കാടോ ഇനി കണ്ണൂർ പിണറായിയിലോ ഇനി വേണ്ട പത്തനംതിട്ടയിൽ കോന്നിയിലോ ഗോവിന്ദൻ്റെ തലശ്ശേരിയിലോ എവിടാന്ന് വെച്ചാൽ 3 സ്ഥലം കൂടെ എന്താ എടുത്ത് കൊടുക്കാത്തത്? കിനാലല്ലൂർ 200 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 200 ഏക്കർ 4 സ്ഥലമോ 3 സ്ഥലമോ, 3 വേണം മിനിമം, 4 മാക്സിമം, 3-4 സ്ഥലം എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നില്ല? അത് കേരളത്തിൽ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് കിട്ടും. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കുന്നില്ല?
ജലജീവ മിഷൻ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ യൂണിയൻ നേതാവ് അവരുടെ പ്രധാനപ്പെട്ട ഭരണകക്ഷി യൂണിയൻ നേതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ജലജീവ മിഷൻ പൊളിഞ്ഞുപോയി, അതിങ്ങനെ നടക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ നേതാവ് ചോദിച്ചു, ജലജീവ മിഷൻ അതെന്താ പദ്ധതി? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. ഓഹോ, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണോ? അതെ, നശിച്ചു പോട്ടടാ, നമുക്കിവിടെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നമ്മളെ പദ്ധതി മതി. ഈ രാഷ്ട്രീയ തിമിരമുണ്ടല്ലോ, ഒരു ജനതയ്ക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. തമിഴ്നാടിനെ നോക്കൂ, കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങൾ നോക്കൂ, അവർ ഓരോ പദ്ധതിയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കുന്നതിനേക്കാൾ ആവേശത്തിൽ അവരത് നടപ്പിലാക്കും. ഇവിടെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഘോരഘോരം ബഹളം ഉണ്ടാക്കി ബിനോയ് വിശ്വം. പട്ടം സെൻട്രൽ സ്കൂളിലൊന്ന് പോയി നോക്കണം, കേന്ദ്രീയ വിദ്യാലയത്തിൽ. ബിനോയ് വിശ്വം തലങ്ങും വിലങ്ങും പോകുന്ന സ്ഥലത്തല്ലേ പട്ടം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പട്ടം സെൻട്രൽ വിദ്യാലയം ഇരിക്കുന്നത്. അവിടെ എന്തോരം ഇൻഫ്രാസ്ട്രക്ചറാണ് PM ശ്രീയിൽ കൂടിയത്. PM ശ്രീയിലെ സിലബസിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, ഇൻഫ്രാസ്ട്രക്ചറല്ലേ കൂടുതലുള്ളത്. 100 സ്കൂളുകൾക്ക് അതിൻ്റെ സൗകര്യം കിട്ടില്ലായിരുന്നോ? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകൾ വരെ അത് വാങ്ങി 1.5-2 കോടി രൂപ വാങ്ങി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിയപ്പോൾ, സ്മാർട്ട് ക്ലാസ്സുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും കൂട്ടിയപ്പോൾ ഇവിടെ വളരെ ഗതികേടിലേക്കാണ് നമ്മുടെ സംവിധാനങ്ങൾ പോകുന്നത്. വളരെ ഗതികേടാണ്. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ 3 പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. എയിംസ് എന്ന് പറയുന്ന ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് വന്നാലുള്ള ഗുണമെന്താ? ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വരും, അത്യാധുനിക സംവിധാനങ്ങൾ വരും, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ വരും. ഇന്ന് വിദേശത്തൊക്കെ പോയി ചികിത്സിക്കുന്ന ആളുകൾക്ക് ഇവിടെ ചികിത്സിക്കാൻ കഴിയും. അമേരിക്കയിലൊന്നും പോകേണ്ട കാര്യമില്ല പിണറായി വിജയനൊന്നും, ഇവിടെ ചികിത്സിക്കാൻ കഴിയും. അത്ര വലിയ സംവിധാനമുള്ള ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ESI മെഡിക്കൽ കോളേജ്, കുട്ടികൾക്ക് പഠിക്കാനും മെഡിക്കൽ കോളേജിനാണ് അവിടെ ആൾറെഡി സംവിധാനം ഉണ്ടല്ലോ, അതിനെ വിപുലീകരിക്കുന്നതല്ലേ. അത് പ്രേമചന്ദ്രന് കിട്ടിപ്പോവും അതിൻ്റെ ക്രെഡിറ്റ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് ഓഫ് ക്യാമ്പസ് തുറന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് കിട്ടിപ്പോകും. ഈ BJPക്ക് കിട്ടുമോ കേന്ദ്ര ഗവൺമെൻറ് കിട്ടുമോ എന്ന് നോക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള രീതിയിൽ ഇനി എന്തെങ്കിലും നിങ്ങൾ മാറുമോ? ഒരു സാധ്യതയുമില്ല. ഇത് ജനങ്ങളെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വളരെ കഷ്ടമാണ്, സങ്കടമാണ്, വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. ഞങ്ങൾ ചെയ്യും, ഞങ്ങളേ ചെയ്യൂ, ഞങ്ങൾ ചെയ്യുന്നതല്ലാതെ വേറൊരാളെയും ചെയ്യാനും സമ്മതിക്കത്തില്ല, വേറൊരു പദ്ധതിയും ഞങ്ങൾ ചെയ്യുകയുമില്ല.